സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു മടങ്ങുക, സർക്കാരിന്റെ പരിപാടികളിൽ പങ്കെടുത്ത മുഖ്യാതിഥിയായി പ്രസംഗമൊക്കെ നടത്തുക, സർക്കാർ പുറത്തുവിടുന്ന ബില്ലുകളിലും ഓർഡിനൻസിലും ഒപ്പിടുക. ഇതൊക്കെയായിരുന്നു 2019 സെപ്റ്റംബർ 5 മുൻപ് വരെ കേരളക്കര കണ്ട ഗവർണർമാർ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സർക്കാരിനോട് ഒരു തുറന്ന പോർമുഖം തുറക്കുക, സർക്കാരിനെതിരെ ഒരു സൂപ്പർ പ്രതിപക്ഷമാകാൻ ശ്രമിക്കുന്ന ഒരു ഗവർണറെയാണ് ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ കേരള ജനത കണ്ടത്. സാധാരണക്കാരെ കൊണ്ടുപോലും ഇതെന്ത് ഗവർണർ എന്ന് പറയിച്ച ഒരാളായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായുള്ള പോര് ആദ്യം ആരംഭിക്കുന്നത് 2019 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയത്തിന്റെ വിഷയത്തിലാണ്. അന്ന് തുടങ്ങിയ ഗവർണർ സർക്കാർ പോര് പിന്നീട് മാധ്യമങ്ങളിലെ ഒരു സ്ഥിരം തലക്കെട്ടാക്കി മാറ്റാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നാൽ കഴിയുന്ന നിലയിൽ എല്ലാം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. ഗവർണർ മറ്റൊരു ഗവർണറും കേരള ചരിത്രത്തിൽ ചെയ്യാത്തതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ രാജ്ഭവനിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഗവർണർ ഏറ്റവും കൂടുതൽ പോരടിച്ചതും ഗവർണർ ഏറ്റവും കൂടുതൽ തെരുവ് യുദ്ധം നടത്തിയതും അത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെയാണെന്ന് നിസ്സംശയം പറയാം. അതിന് പ്രധാന കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചില സംഘപരിവാർ പദ്ധതികളാണ്. കേരള സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും വൈസ് ചാൻസലർ പദവികളിലേക്കും സംഘപരിവാർ അനുകൂലികളെയും സംഘപരിവാറുകാരെയും തിരികെ കയറ്റാനുള്ള ഗവർണറുടെ ശ്രമത്തിനെതിരെ ഏറ്റവും ശക്തമായി എന്ന് മാത്രമല്ല തെരുവിലിറങ്ങി സമരം ചെയ്ത ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അത് SFI മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണർ പലപ്പോഴും SFI പ്രവർത്തകരെ വിശേഷിപ്പിച്ചിരുന്നത് ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും ഒക്കെ ആയിരുന്നു. പലപ്പോഴും SFI പ്രവർത്തകർ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെയൊക്കെ പ്രതിഷേധവുമായി എത്തുമ്പോൾ ഗവർണർ വാഹനം വിട്ടൊക്കെ പുറത്തിറങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്നത് കേരളം പലതവണ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ രണ്ട് സംഭവങ്ങൾ, ഒന്ന് കൊല്ലം നിലമേൽ നടന്ന ഗവർണറുടെ കസേരയിട്ട് കുത്തിയിരിപ്പായിരുന്നു. ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ അന്ന് കൊല്ലം നിലമേൽ വെച്ച് SFIയുടെ ഒരു കരിങ്കൊടി പ്രതിഷേധം അരങ്ങേറി. അന്ന് തന്റെ വാഹനവും താനും ആക്രമിക്കപ്പെട്ടു എന്ന് വ്യാജമായി പറഞ്ഞുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ ഒരു കസേരയിട്ട് റോഡരികിൽ ഇരിക്കുന്നതും മണിക്കൂറുകളോളം ഒരു വല്ലാത്ത സംഘർഷാവസ്ഥ അവിടെ സൃഷ്ടിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം രസകരമായ മറ്റൊരു സംഭവം അരങ്ങേറുന്നത് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലാണ്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കാൻ സമരത്തിലായിരുന്ന SFI ഒരു ബാനർ ഉയർത്തുകയുണ്ടായി. അന്ന് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധത്തെ നേരിടാൻ പോലീസുമായി നേരിട്ടിറങ്ങുന്ന ഒരു ഗവർണറെ നമ്മൾ കണ്ടു. നേരിട്ട് ഗവർണർ തന്നെ പോലീസിനെ കൊണ്ട് ബാനർ അഴിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. എന്നാൽ അന്ന് ഗവർണർ ഒരു ബാനർ അഴിപ്പിച്ച ഇടത്ത് 3 ബാനറുകൾ ഉയർത്തിയായിരുന്നു SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അവരുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ പദവിയിൽ നിന്നടക്കം നീക്കുന്ന ബില്ലുകൾ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. മറ്റു പല ബില്ലുകളിൽ നിന്ന പോലെ തന്നെ ആ ബില്ലുകളൊക്കെ പിടിച്ചു വയ്ക്കുകയും പിന്നീട് കോടതിയിൽ നിന്നും വിമർശനം വന്നപ്പോൾ അതിൽ 2 എണ്ണം മാത്രം ഒപ്പിട്ട് ബാക്കിയുള്ളവ പ്രസിഡന്റിന് അയക്കുകയും ചെയ്യുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിന് പോലും കേരളത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിന് അവസാന നിമിഷം വരെ അനുമതി നൽകാതിരുന്ന ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ശേഷം കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള വിമർശനങ്ങളെല്ലാം ഒഴിവാക്കി നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യ ഖണ്ഡികയും അവസാന ഖണ്ഡികയും മാത്രം വായിച്ച് തിരികെ പോകുന്നതും കേരളം കണ്ടിട്ടുണ്ട്. എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും തന്റെ ഭരണഘടനാ പദവി മറന്നുകൊണ്ട് ആ പക്വതയും മാന്യതയും ഒക്കെ വിട്ടുകൊണ്ട് പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. താൻ കേരളത്തിൽ സുരക്ഷിതനല്ലെന്നും തനിക്ക് കൂടുതൽ സുരക്ഷ വേണമെന്നും ഒക്കെ പറയുന്ന അതേ ഗവർണർ തന്നെ മിഠായി തെരുവിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തുന്നതും പിന്നീട് അവിടെ നിന്നും ഹൽവ നുണയുന്നതും ഒക്കെ കേരളം കണ്ടിട്ടുണ്ട്. വളരെ വ്യത്യസ്തനായ ഒരു ഗവർണറായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നിസ്സംശയം പറയാം. പലപ്പോഴും സംഘപരിവാറിന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമം നടത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പകരം രാജേന്ദ്ര വിശ്വനാഥ്
അർലേക്കർ എന്ന RSSകാരനെത്തുമ്പോൾ ഇതിലും ശക്തമായ പോർമുഖം സർക്കാരുമായി അദ്ദേഹം തുറക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം SFIക്കും ഇനി ഒരുപാട് സമരങ്ങളുമായി തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്ന കാര്യവും ഉറപ്പാണ്.